വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ്, പ്രസംഗങ്ങളാണ്, പ്രബോധനങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓരോ ആഴ്ചയിലും ധാരാളം പ്രസംഗങ്ങൾ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരോട്, വിവിധ ജീവിതാന്തസ്സുകളിൽപ്പെട്ടവരോട്, രാഷ്ട്ര നേതാക്കന്മാരോട്, രാഷ്ട്ര സമൂഹത്തോടൊക്കെ മാർപ്പാപ്പയ്ക്ക് പ്രസംഗിക്കേണ്ടതായി വരുന്നുണ്ട്, സന്ദേശം കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ ചില വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ യുവജനങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശം 38ാമത് ലോക യുവജന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പൗലോസ്ലീഹായുടെ മനോഹരമായ ഒരു ചിന്ത എടുത്തുകൊണ്ടാണ് മാർപ്പാപ്പ ഈ ധ്യാനം യുവജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, ക്രൈസ്തവരായ നാം പ്രത്യാശയിൽ ആനന്ദിക്കുന്നവരാകണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് അത് നമ്മൾ എടുത്തത്. 12-ാം അധ്യായം 12-ാം തിരുവചനമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, ഈ പ്രത്യാശ എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഉറവിടം എന്താണ് എന്ന കാര്യം മാർപ്പാപ്പ ആദ്യമേ ഉന്നയിച്ചു. മാർപ്പാപ്പ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചു, അവിടുന്ന് നമ്മളെ അവിടുത്തെ ഛായയിൽ സൃഷ്ടിച്ചു എന്നതിലാണ് അത് അടങ്ങിയിരിക്കുന്നത്, അത് അനുഭവിക്കുന്നതിലാണ് അത് അടങ്ങിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചു. രണ്ടാമത്തെ ഒരു ചോദ്യം മാർപ്പാപ്പ ഉന്നയിച്ചത്, എവിടെയാണ് എൻ്റെ പ്രത്യാശ? ഇന്നത്തെ ലോകത്തിൽ ധാരാളം യുദ്ധങ്ങളും ഭീകരതകളും തീവ്രവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന, മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന, അനീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയാണ് എനിക്ക് പ്രത്യാശ അർപ്പിക്കാൻ സാധിക്കുന്നത്? ഒപ്പം മാർപ്പാപ്പ സുന്ദരമായ അനുഭവങ്ങളുണ്ട്. ഈ ചോദ്യം ഈ ചെറുപ്പക്കാർ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ അവിടെ മാർപ്പാപ്പ പറയുകയാണ്, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിൽക്കുന്നവർക്ക്, വിശുദ്ധർക്ക്, വേദനയുടെ നിമിഷത്തിൽ പോലും പ്രത്യാശയോടെ ജീവിക്കാനും മറ്റുള്ളവരെ പ്രത്യാശയിലേക്ക് നയിക്കാനും സാധിക്കും. അത് ക്രൈസ്തവനിൽ നിന്ന്, ചെറുപ്പക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് വെച്ചത്. ഞാനിന്ന് ആ പ്രസംഗം മാർപ്പാപ്പയുടെ ആ സന്ദേശം, ഇതൊരു സന്ദേശമായിട്ട് നൽകപ്പെട്ടതാണ്. ഞാൻ 3-ാമത്തെ പോയിന്റിലേക്ക് മാർപ്പാപ്പ ഒരു സാഹിത്യകാരനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഫ്രഞ്ച് എഴുത്തുകാരനാണ് ചാൾസ് പെഗുയ്. പ്രസിദ്ധനാണ്, ക്രിസ്ത്യനാണ്, വളരെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം ദൈവശാസ്ത്ര പുണ്യങ്ങളെക്കുറിച്ച്, സുഹൃതങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവിടെ പ്രത്യാശയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കവിയുടെ ഭാവന ഇങ്ങനെയാണ്: ആ 3 മൂല്യങ്ങൾ, 3 സുഹൃതങ്ങൾ, പുണ്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നതാണ്. അവയെ സഹോദരിമാരായി കവി അവതരിപ്പിക്കുകയാണ്. 3 ഒരുമിച്ചാണ് പോകുന്നത്. എന്നിട്ട് ഈ കവി പറയുകയാണ്, ഇളയവളായ പ്രത്യാശ. ആ പ്രത്യാശയാണ് ഏറ്റവും ഇളയവളായി അവതരിപ്പിക്കുന്നത്. 2 ചേച്ചിമാരോടൊപ്പം നടക്കുന്നു, വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ചേർന്ന് നടക്കുകയാണ്. അതേസമയം പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നില്ല. ഈ പ്രതീക്ഷയെപ്പറ്റി പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് ഈ കവിതയിൽ. എന്നാലും ആ ഇളയവൾ എല്ലാറ്റിനെയും ഒപ്പം വലിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് കവിയുടെ ഭാവന. എന്തെന്നാൽ വിശ്വാസം നിലവിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. വിശ്വാസം നിലവിലുള്ളത് കാണുന്നു. ഉപവി നിലവിലുള്ളതിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എന്നാൽ പ്രത്യാശ
വരാൻ പോകുന്നതിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് കവി എഴുതി. അവളാണ് മറ്റുള്ളവരെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പ്രത്യാശ അവളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റുള്ളവരെ എല്ലാവരെയും ഒത്തൊരുമിച്ച് നടക്കാൻ പ്രേരിപ്പിക്കുന്നതും അവളാണ്. ആ ഫ്രഞ്ച് സാഹിത്യകാരൻ്റെ വാക്കുകളാണ് മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. പ്രത്യാശ ഇളയവളും എളിമയുള്ളവളുമാണെന്ന്, എന്നാൽ അനിവാര്യമാണെന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ഉറപ്പുണ്ട്. ഒരു നിമിഷം ചിന്തിക്കൂ, പ്രത്യാശയില്ലാതെ നമുക്ക് ജീവിക്കാനാകുമോ? പലരും ആത്മഹത്യ ചെയ്യുന്നതിനെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞല്ലോ, ചെറുപ്പക്കാർ. അത് സങ്കടത്തോടെ. എന്തുകൊണ്ടാണ്? പ്രത്യാശ നശിക്കുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കും? പ്രത്യാശ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപ്പാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞ് വയ്ക്കുകയാണ്. ഈ കവിത ഉദ്ധരിച്ചത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ചിന്തയ്ക്കായിട്ട് വയ്ക്കുകയാണ്, പഠിക്കാനായിട്ട്. അടുത്ത ഒരു പോയിന്റിലേക്ക് മാർപ്പാപ്പ കടന്നു വരുന്നു. നമ്മുടെ ഈ രേഖയിൽ പ്രത്യാശ രാത്രിയിൽ തിളങ്ങുന്ന വെളിച്ചമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. ക്രൈസ്തവ പാരമ്പര്യത്തിലെ പെസഹ ത്രിദിനത്തിൽ ദുഃഖശനി എന്ന് നമ്മൾ പറയുന്ന, യൂറോപ്യന്മാരെല്ലാം വിശുദ്ധ ശനി എന്നാണ് പറയുന്നത്. സാബത്തോ സാന്തോ എന്നാണ്, നമ്മൾ ദുഃഖശനിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അവിടെ കാഴ്ചപ്പാട് ഈ ദുഃഖശനി പ്രത്യാശയുടെ ദിനമാണ് എന്നതാണ്. ദുഃഖവെള്ളിക്കും ഈസ്റ്റർ ഞായറിനുമിടയിൽ, അപ്പസ്തോലന്മാരുടെ നിരാശയ്ക്കും ഈസ്റ്റർ പുലരിയിലെ ആനന്ദത്തിനുമിടയിൽ ഒന്നുമല്ലാത്ത ഇടമായാണ് ഇതിനെ കാണുന്നത്. അത് പ്രത്യാശ പിറക്കുന്ന ഇടമാണ്. വിശുദ്ധ ശനിയാഴ്ച, ദുഃഖശനി. ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിയതിനെ സഭ നിശബ്ദം ഇവിടെ സ്മരിക്കുകയാണ്. കർത്താവ് അഗാധമായ ഇരുളിലേക്ക് പ്രകാശപൂരിതനായി ഇറങ്ങുകയും അവനെ മറികടന്ന് വരികയും ചെയ്യുന്നത് ചിത്രീകരിക്കുന്ന ഒരുപാട് രൂപങ്ങൾ നാം കാണുന്നുണ്ട്. കലാകാരന്മാരുടെ ഭാവനയിൽ യൂറോപ്പിൽ നമുക്കറിയാം കടന്നു വരുന്ന ഈശോയുടെ ചിത്രമുണ്ട്. നമ്മുടെ മരണാനുഭവത്തെ അനുകമ്പയോടെ ദൈവം വെറുതെ നോക്കുകയല്ല എന്നാണ് എൻ്റെ അർത്ഥം. അഥവാ ദൂരെ നിന്നും നമ്മെ വിളിക്കുകയല്ല, നമ്മുടെ നരകത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്നു. ദുഃഖങ്ങളുടെയും നിരാശയുടെയും ലോകത്തിലേക്ക് അവിടുന്ന് പ്രകാശരശ്മിയായി കടന്നു വരുന്നു എന്നാണ് അത് പഠിപ്പിക്കുന്നത്. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമായി ഇരുളിനെ കീഴടക്കിക്കൊണ്ട് അവിടുന്ന് കടന്നു വരുന്നു. ഇരുളിനെ കീഴടക്കിക്കൊണ്ട്, നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 1:5 അതാണ് പറയുന്നത്. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമായി അവൻ കടന്നു വരുന്നു എന്നതാണ്. ദക്ഷിണാഫ്രിക്കൻ ഭാഷയായ കോസോസിൽ നമുക്ക് കൃത്യം പരിചയമില്ല. മാർപ്പാപ്പ ഈ സന്ദേശം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നൽകുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിനെ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു കവിതയുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു കവിത ഉദ്ധരിക്കുകയാണ്. അഥവാ പ്രത്യാശ ഒടുവിലാണെങ്കിലും ഈ കവിതയിലൂടെ ഞാൻ പ്രത്യാശയെ ഉണർത്തുന്നു എന്ന് ഈ കവി എഴുതുന്നുണ്ട്. കർത്താവിലാണ് എൻ്റെ പ്രത്യാശ എന്നതിനാൽ എൻ്റെ പ്രത്യാശ ഉണരുന്നു. അതാണ് കവി എഴുതുന്നത്. നാം എല്ലാം ഒന്നായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചിന്തയാണ് അത് അവതരിപ്പിക്കുന്നത്. പ്രത്യാശയിൽ അചഞ്ചലമായി നിലകൊള്ളുക, ശുഭമായ ഭാവി അടുത്തുണ്ട്. കവിതയാണ്, മാർപ്പാപ്പ ഉദ്ധരിച്ച കവിതയാണിത്. ദക്ഷിണാഫ്രിക്കൻ കവിതയിൽ നിന്നാണിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശയുടെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് അത് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ ഇത് ഉദ്ധരിച്ചിട്ട് തുടങ്ങുകയാണ്. നാം ഇതേക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യാശയായിരുന്നു ഇത് എന്ന് കാണാൻ കഴിയും. മാർപ്പാപ്പ പറയുന്നു, ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ശുഭമായ ഭാവി അടുത്തുണ്ടെന്ന നിശ്ചയത്തോടെ, സന്തോഷകരമായൊരു ഭാവി അടുത്തുണ്ടെന്ന നിശ്ചയത്തോടെ അവൾ അചഞ്ചലയായി നിലകൊണ്ടു. മറിയം പ്രത്യാശയുടെ സ്ത്രീയാണ്. മറിയത്തിനെ കൊടുക്കുന്ന ഒരു വലിയ വിശേഷണമാണ് പ്രത്യാശയുടെ മാതാവാണ്, സ്ത്രീയാണ്.
പ്രത്യാശയുടെ അമ്മയാണ്. കാൽവരിയിൽ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും, അവിടെയാണ് നമ്മൾ കാണേണ്ടത്, ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. ഇല്ലാതിരുന്നിട്ടും അത് നമ്മൾ പറയുന്ന റോമ 4:18 അതിൻ്റെ സൂചന. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും തൻ്റെ പുത്രൻ പ്രഘോഷിച്ച ഉത്ഥാനമെന്ന ഉറപ്പാർന്ന കാര്യത്തിൽ അവൾ അചഞ്ചലയായി നിലകൊണ്ടു എന്ന് മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്. നമ്മുടെ മാതാവ് വിശുദ്ധ ശനിയാഴ്ചയുടെ നിശബ്ദതയെ തൻ്റെ സ്നേഹവും പ്രത്യാശാപൂർവമായ പ്രതീക്ഷയും കൊണ്ട് നിറച്ചു എന്നതാണ്. ദുഃഖശനിയാഴ്ച പ്രത്യേകിച്ച് നമ്മൾ ബൈബിളിൽ പതിയം പറയുന്നില്ലെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിൽ മാതാവിന് ഈശോ പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് അനുസ്മരിക്കുന്നത്. പ്രത്യാശിച്ചവളാണ്. ആ പ്രത്യാശയിൽ നിന്നുകൊണ്ടാണ് ശ്ലീഹന്മാരെ എല്ലാം അവൾ ശക്തിപ്പെടുത്തിയത്, ധൈര്യപ്പെടുത്തിയത് എന്നതും നമുക്കറിയാം. നമ്മുടെ മാതാവ് വിശുദ്ധ ശനിയാഴ്ചയുടെ നിശബ്ദതയെ തൻ്റെ സ്നേഹവും പ്രത്യാശാപൂർവമായ പ്രതീക്ഷയും കൊണ്ട് നിറച്ചു. ഈശോ മരണത്തെ കീഴടക്കുമെന്ന തിന്മ അവസാന വാക്കായിരിക്കുകയില്ലെന്ന നിശ്ചയത്താൽ ശിഷ്യന്മാരെ പ്രചോദിപ്പിച്ചതും മറിയമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ പ്രത്യാശ വിലയില്ലാത്ത ശുഭാപ്തി വിശ്വാസമല്ല എന്ന് മാർപ്പാപ്പ ചെറുപ്പക്കാരെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വിലയില്ലാത്ത ശുഭാപ്തി ചുമ്മാ ഉള്ള ഒരു വിശ്വാസമല്ല. കണ്ണുമടച്ച് വിശ്വസിക്കുന്നവന് മരുന്നെന്ന പേരിൽ നൽകുന്ന മരുന്നല്ലാത്ത വസ്തുവുമല്ല എന്ന് പറയുകയാണ്. ഇത് നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഒരുത്തിനെ അന്ധമായി വിശ്വസിക്കുന്നവന് വെറും വെള്ളം, പച്ചവെള്ളം കൊടുത്താലും അത് മരുന്നായി തീരുന്ന സാഹചര്യമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് വൈദ്യശാസ്ത്രത്തിൽ. അങ്ങനെയുള്ള ഒന്നല്ല ഇത് എന്ന് മാർപ്പാപ്പ. ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. തൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തനായി നിലകൊള്ളുമെന്ന സ്നേഹത്തിലും വിശ്വാസത്തിലും വേരൂന്നിയ നിശ്ചയമാണത്. നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തകൻ പാടുന്നുണ്ടല്ലോ. 23:4 വാക്യമാണത്. ക്രൈസ്തവ പ്രത്യാശ ദുഃഖത്തെയും മരണത്തെയും നിഷേധിക്കലല്ല. അഥവാ നമ്മിൽ നിന്നും അകലെയാണെന്ന് തോന്നുമ്പോഴും സദാ അരികിലുള്ള ഉത്തിതനായ കർത്താവിൻ്റെ സ്നേഹം ആഘോഷിക്കുന്നതാണ് ക്രൈസ്തവ പ്രത്യാശ എന്ന് പറയുന്നത്. ക്രിസ്തു തന്നെയാണ് നമ്മുടെ പ്രത്യാശയുടെ മഹത്തായ വെളിച്ചം. ഇരുട്ടിലെ മാർഗദർശിയാണ് അവൻ. എന്തെന്നാൽ അവിടുന്നാണ് ജ്വലിക്കുന്ന പ്രകാശ നക്ഷത്രം. നമുക്ക് മാർപ്പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സിനഡിന് ശേഷം പ്രസിദ്ധീകരിച്ച ക്രിസ്തു ജീവിക്കുന്നു എന്ന ആ രേഖയുടെ 33-ാം നമ്പറിൽ നിന്നുള്ള ചിന്തകളാണ് ഈ വാക്കുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാർപ്പാപ്പ അടുത്തൊരു ചിന്തയിലേക്ക് കടന്നു വരികയാണ് ഈ ആശയം പറഞ്ഞിട്ട്. പ്രത്യാശയുടെ പരിപോഷണത്തെക്കുറിച്ച് യുവജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് തുടർന്ന് പറയുന്നത്. നാം ഉള്ളിൽ പ്രത്യാശയുടെ ജ്വാല തെളിച്ചു കഴിയുമ്പോഴും ഉത്കണ്ഠകൾ, ഭയങ്ങൾ, നിത്യജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ ഇവ മൂലം അത് കെട്ടുപോകാമെന്ന ഒരു അപകടമുണ്ട് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നാളത്തിന് തെളിയണമെങ്കിൽ, പ്രത്യാശയുടെ വലിയ തീക്കുണ്ടമായി വളരണമെങ്കിൽ ഓക്സിജൻ ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഇളങ്കാറ്റ് നമ്മുടെ പ്രത്യാശയെ പരിപോഷിപ്പിക്കുന്നു. അതാണ് നമ്മളെ പരിപോഷിപ്പിക്കുന്നത്. ഒരുപാട് രീതിയിൽ നാം ഇതിനോട് സഹകരിക്കുന്നുമുണ്ട് എന്ന് മാർപ്പാപ്പ എടുത്തു കാട്ടി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായത്താലാണ് പ്രത്യാശ പൂവിടുന്നത്, വളരുന്നത്. പ്രത്യാശ പരിപോഷിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് എന്നും യുവജനങ്ങളോട് മാർപ്പാപ്പ പറയുന്നു. പ്രാർത്ഥന പ്രത്യാശയെ പരിപാലിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. പ്രത്യാശ എന്ന തീപ്പൊരി തീജ്വാലയായി വളർത്താൻ അതാണ് സഹായിക്കുന്നത്. പ്രാർത്ഥനയാണ് പ്രത്യാശയുടെ ആദ്യത്തെ ശക്തി. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശ വളരുകയും മുന്നോട്ട് നാം പോവുകയും ചെയ്യുന്നു. മാർപ്പാപ്പയുടെ ഒരു പ്രഭാഷണത്തിലാണിത് പറഞ്ഞത്. 2020 മെയ് 20 പറഞ്ഞ വാക്കുകളാണിത്.
പ്രാർത്ഥന താഴെ നിന്ന് സൂര്യനെ മേഘങ്ങൾ മറച്ചിരിക്കെ മലമുകളിലേക്ക് കയറുന്നത് പോലെയാണ് എന്ന് പറയുകയാണ് പ്രാർത്ഥന. എങ്ങനെയാണ്? എന്നാൽ ഒരിക്കൽ നാം അവിടേക്ക് കയറിക്കഴിഞ്ഞാൽ, മലമുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചവും ചൂടും നമ്മെ പൊതിയുന്നു. താഴെ നിൽക്കുമ്പോൾ മല അത് മറച്ചു കളഞ്ഞു നമുക്ക് കാണാൻ കഴിയും. ചുറ്റും ഇരുണ്ടും ആനന്ദരഹിതവുമായി കാണപ്പെടുമ്പോഴും സൂര്യൻ സദാ അവിടെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി നാം കാണുന്നു. ഇത് വലിയ മലയുടെ ഇങ്ങേ സൈഡിൽ നിൽക്കുമ്പോഴുള്ള അനുഭവമാണ്. നമ്മൾ മല കയറുമ്പോഴാണ് ആ സൂര്യനെ കാണുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട യുവ സ്നേഹിതരെ, ഭയത്തിൻ്റെ, സംശയത്തിൻ്റെ, ആകാംക്ഷയുടെ കാർമേഘങ്ങൾ ചുറ്റും കൂടി സൂര്യനെ കാണാതാകുമ്പോൾ പ്രാർത്ഥനയുടെ വഴി നിങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മറക്കരുത്. എന്തെന്നാൽ ഒരാളും എന്നെ കേൾക്കാനില്ലെന്ന് തോന്നുമ്പോൾ ദൈവം അപ്പോഴും എന്നെ കേൾക്കുന്നുണ്ട്. ഇത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ പ്രത്യാശയിൽ രക്ഷ എന്ന് പറയുന്ന ചാക്രിക ലേഖനം 32 നമ്പറിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ് എന്നത് ഓർക്കുക. നമ്മൾ പ്രശ്നങ്ങൾ കൊണ്ട് പരവശരാകുമ്പോൾ പ്രത്യേകിച്ചും ദൈവത്തിൽ അല്പനേരം വിശ്രമിക്കാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. സങ്കീർത്തനം 62:5 ആണ് മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിക്കുന്നത്. നമ്മുടെ ദൈനംദിന തീരുമാനങ്ങളാൽ, അടുത്തൊരു പോയിന്റിലേക്ക് മാർപ്പാപ്പ വരികയാണ്, നമ്മുടെ ദൈനംദിന തീരുമാനങ്ങളാൽ പ്രത്യാശ പരിപോഷിപ്പിക്കപ്പെടുന്നു. പ്രത്യാശയിൽ ആനന്ദിക്കും എന്ന വിശുദ്ധ പൗലോസിൻ്റെ ക്ഷണം ദൈനംദിന ജീവിതത്തിൽ സുദൃഢമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നമുക്ക് നൽകുന്ന ആഹ്വാനമാണ് എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യാശയിൽ അധിഷ്ഠിതമായൊരു ജീവിത ശൈലി തിരഞ്ഞെടുക്കാൻ ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു. മാർപ്പാപ്പ പറയുകയാണ്, പ്രത്യാശയിൽ അധിഷ്ഠിതമായൊരു ജീവിത ശൈലിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. ഞാനൊരു ഉദാഹരണം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, സമൂഹ മാധ്യമത്തിൽ പ്രത്യാശ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളെക്കാൾ നിഷേധാത്മക കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് എളുപ്പമെന്ന് തോന്നിപ്പോകുന്നു. കൂടുതൽ നിഷേധമായ കാര്യങ്ങളാണല്ലോ, നെഗറ്റീവ് കാര്യങ്ങളാണ് എഴുതുന്നത്. എൻ്റെ സുദൃഢമായ നിർദ്ദേശം ഇതാണ് നിങ്ങളോടുള്ളത്. ഓരോ ദിവസവും പ്രത്യാശയുടെ ഒരു വാക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് നിങ്ങളുടെ സ്നേഹിതരുടെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുക. അതാണ് മാർപ്പാപ്പ നമുക്ക് നൽകുന്ന ഉപദേശം. എന്നാൽ പ്രത്യാശ എളിമയുള്ളതാണ്. ഓരോ ദിവസവും കെട്ടിപ്പടുക്കപ്പെടുന്ന ഒരു മൂല്യമാണത് എന്ന് നിങ്ങൾ ഓർക്കണം. ആത്മാവിൻ്റെ ആദ്യ ഫലങ്ങൾ നമ്മുടെ കൈവശമുണ്ടെന്ന് ഓരോ ദിവസവും നാം ഓർക്കണം. കൊച്ചു കാര്യങ്ങളിലൂടെയാണ് അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നത് എന്നതും ഓർക്കണം. ഇതാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. മറ്റൊരു ചിന്തയിലേക്ക് മാർപ്പാപ്പ വരികയാണ്. പ്രത്യാശയുടെ ദീപം തെളിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ചിലപ്പോൾ നിങ്ങൾ സ്നേഹിതരോടൊത്ത് രാത്രി പുറത്തു പോകുന്നു. അപ്പോൾ സ്മാർട്ട് ഫോൺ ഒരു ടോർച്ചായി ഉപയോഗിക്കാറുണ്ടല്ലോ. വലിയ സംഗീത പരിപാടികളിൽ നിങ്ങൾ ആയിരങ്ങൾ ഈ ആധുനിക തിരികൾ പാട്ടിൻ്റെ താളത്തിനൊത്ത് ചലിപ്പിക്കാറുണ്ടല്ലോ. വളരെ ആകർഷകമായൊരു കാഴ്ചയാണത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടത്. രാത്രിയിൽ പ്രകാശം പുതിയ രീതിയിൽ കാര്യങ്ങൾ കാണാൻ ഇടയാക്കുന്നു. ഇരുളിൽ പ്രത്യേക സൗന്ദര്യം തെളിഞ്ഞു കാണുന്നു. ക്രിസ്തുവാകുന്ന പ്രത്യാശയുടെ വെളിച്ചവും അങ്ങനെയാണ്. ഈശോയിൽ നിന്ന്, അവിടുത്തെ ഉത്ഥാനത്തിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങൾ പ്രകാശം സ്വീകരിക്കണം. അവിടുത്തോടുകൂടെ നമ്മളെല്ലാം പുതിയ പ്രകാശത്തിൽ കാണുന്നു. ഈശോയെപ്പറ്റിയുള്ള ഈ മനോഹരമായ ചിന്തയാണ് ഇന്ന് ലോകത്ത് ചെറുപ്പക്കാർക്ക് ഉണ്ടാകേണ്ടത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ്റെ അരികിൽ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ചെല്ലുന്നവരോട് അദ്ദേഹം ആദ്യം ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. അദ്ദേഹം ചോദിക്കുമായിരുന്നു. എന്താണ് ചോദിക്കുന്നത്? വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഇതിനെ
എങ്ങനെ കാണുന്നു? പ്രശ്നത്തെപ്പറ്റി പറയുമ്പോൾ ചോദിക്കുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്ന് ചോദിക്കുമായിരുന്നു. പ്രത്യാശയുടെ വെളിച്ചത്തിൽ നാം കാര്യങ്ങൾ കാണുമ്പോൾ, ഇപ്പം മാർപ്പാപ്പ തുടരുകയാണ്, അത് വ്യത്യസ്തമായി കാണപ്പെടുമെന്നാണ്. പ്രത്യാശയോടെ നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ അത് വ്യത്യസ്തമാകും. അതിനാൽ കാര്യങ്ങളെ ഈ വിധം കാണാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പുതിയ രീതിയിൽ കാണാൻ. ക്രൈസ്തവർ ദൈവം നൽകിയ പ്രത്യാശയെന്ന ദാനത്താൽ ഉള്ളിൽ നിന്നും വരുന്ന പുതിയ ആനന്ദത്താൽ നിറഞ്ഞിരിക്കുന്നവരാണ്. അവിടെയാണ് വെല്ലുവിളികളും വൈഷമ്യങ്ങളും എപ്പോഴും ഉണ്ടാകും. എന്നാൽ പൂർണ്ണമായ വിശ്വാസത്താൽ നമ്മൾ പ്രത്യാശ പുലർത്തുകയാണെങ്കിൽ, മാർപ്പാപ്പ പറയുകയാണ്, ഈ പ്രശ്നങ്ങളല്ല അന്തിമമായി വാക്കുന്ന അറിവോടെ നമുക്കതിനെ നേരിടാൻ കഴിയും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റുള്ളവർക്ക് മുന്നിൽ പ്രത്യാശയുടെ ചെറു ഗോപുരമാകാൻ നമുക്ക് തന്നെ അങ്ങനെ സാധ്യമാവുകയും ചെയ്യും എന്ന് മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിക്കുന്നു. മാർപ്പാപ്പ യുവജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കും അങ്ങനെ ഒരു ഗോപുരമാകാം. നമ്മുടെ സഹോദരന്മാരുടെ ആവശ്യങ്ങളോട് സൂക്ഷ്മമായ സംവേദനക്ഷമതയുള്ള, യാഥാർത്ഥ്യത്തിൽ വേരൂന്നിയ, സുദൃഢ വിശ്വാസം പുലർത്തുന്ന തലം വരെയും നിങ്ങൾക്ക് അങ്ങനെയാകാൻ സാധിക്കും. ഒരു നാൾ പ്രഭയേറിയ വെളിച്ചത്തിലേക്ക് ഈശോ രൂപാന്തരപ്പെടുന്നത് ഉന്നത മലയിൽ കാണുന്ന ആ ശിഷ്യന്മാരെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമുക്കറിയാമല്ലോ, അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ അവർ കണ്ടവരെന്താണ് പറഞ്ഞത്? അവർ അവിടെ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ അതവർക്ക് മനോഹരമായൊരനുഭവമായേനെ. എന്നാൽ മറ്റുള്ളവർക്കായി അത് പങ്കുവയ്ക്കാനാവില്ല അവിടെ തന്നെ കഴിഞ്ഞാൽ. പത്രോസ് പറഞ്ഞില്ലേ, നമുക്കിവിടെ ഇരിക്കുന്നത് നല്ലതാണ്, അവിടെ ഇരുന്നാൽ പോരാ, നമ്മൾ താഴേക്ക് വരണം, അവർക്ക് മല ഇറങ്ങി വരണം. നമ്മുടെ കാര്യവും അങ്ങനെ തന്നെയാണ് എന്ന് മാർപ്പാപ്പ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. നാം ഈ ലോകത്തു നിന്നും പലായനം ചെയ്യരുത്, പകരം ദൈവം നമ്മെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാലത്തെ സ്നേഹിക്കണം. അത് കാരണമില്ലാതെ അല്ല നമ്മളായിരിക്കുന്ന സ്ഥലത്തായിരിക്കുന്നത്. കർത്താവ് നമുക്ക് ഓരോ ദിവസവും തരുന്ന കൃപ സഹോദരന്മാരോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യാശയിൽ ആനന്ദിക്കുവിൻ, അതാണല്ലോ വിഷയം. പ്രിയ യുവജനങ്ങളെ, വീണ്ടും മാർപ്പാപ്പ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഉത്തിതനായ കർത്താവിൻ്റെ പ്രത്യാശയും ആനന്ദവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ഉള്ളിൽ തെളിച്ചിരിക്കുന്ന തീപ്പൊരി പരിപോഷിപ്പിക്കണം. അതേസമയം അത് പങ്കുവയ്ക്കുകയും വേണം. കൊടുക്കും തോറും അത് വളരുമെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. കൊടുക്കുമ്പോഴാണ് അത് വളരുന്നത്. നമ്മുടെ ക്രൈസ്തവ പ്രത്യാശ ഊഷ്മളമായൊരു അനുഭവമായി നമ്മളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, മറ്റുള്ളവർക്ക് അത് കൊടുക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കിട്ടുന്ന അനുഭവവും ആനന്ദവും എല്ലാവർക്കും പങ്കുവയ്ക്കേണ്ടതാണ്. പുറമേ ചിരിക്കുകയും പ്രത്യാശയുടെ കുറവ് കൊണ്ട് ഉള്ളിൽ കരയുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്നേഹിതരോട്, അങ്ങനെയുള്ളവരുണ്ട്, പുറമേ ചിരിക്കുന്നെങ്കിൽ അവരുടെ ഉള്ള ദുഃഖമാണ്, പ്രയാസമാണ്. പ്രത്യേകിച്ച് അടുപ്പം പുലർത്തണമെന്ന് മാർപ്പാപ്പ പറയുകയാണ് ഇങ്ങനെയുള്ള ആളുകളോട്. അവർക്ക് ഉള്ളിൽ സന്തോഷം കൊടുക്കാൻ, അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിസ്സംഗതയും വ്യക്തിത്വ ചിന്തയും ബാധിച്ചിരിക്കുന്നവരായി നിങ്ങൾ മാറരുത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. നമ്മൾ നിസ്സംഗരായിരിക്കുന്നു, ഇൻഡിഫറൻ്റ് ആയിരിക്കുന്നു. അത് മാറണം. നമ്മുടെ വ്യക്തിഗത ചിന്ത മാത്രം, സ്വന്തം കാര്യം മാത്രമായി നമ്മൾ മാറരുത്. തുറവുള്ളവരാവുക. ഈശോയുടെ പ്രത്യാശയിൽ ഒഴുകാൻ, നിങ്ങൾക്ക് ജീവിക്കുന്ന പ്രദേശങ്ങളിലാകെ അത് വ്യാപിപ്പിക്കാൻ കഴിയുന്ന ചാലുകളായി നിങ്ങൾ മാറണമെന്ന് യുവജനങ്ങളോട് പറയുകയാണ്. ക്രിസ്തു ജീവിക്കുന്നു, അവിടുന്ന് നമ്മുടെ പ്രത്യാശയാണ്. അതിശയകരമായ രീതിയിൽ അവിടുന്ന് നമ്മുടെ ലോകത്തിന് യുവത്വം നൽകുന്നു. അത് നിങ്ങളിലൂടെയാണ് സംഭവിക്കേണ്ടത്. ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്ന ആ അപ്പസ്തോലിക ലേഖനത്തിൽ മാർപ്പാപ്പ എഴുതിയ 1-ാം നമ്പർ ഇത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. യുവജനങ്ങളുടെ സിനഡിന് ശേഷം എഴുതിയതാണിത്.
മാർപ്പാപ്പയോട് അത് പറയും. 5 വർഷം മുമ്പ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡിന് ശേഷം ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തത് ഈ വാക്കുകളിലൂടെയാണല്ലോ, അത് ഇപ്പോഴും ചെയ്യുന്നു. നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ച് യുവജന ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാവരോടും ആ രേഖയിലെ സന്ദേശം നൽകണം. അത് പുതുതായി പഠിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവിസ്മരണീയമായ സിനഡിൻ്റെ പൂർണ്ണമായ നടപ്പാക്കലിനു വേണ്ടി ചർച്ചകൾ അവിടെ നടന്നാൽ പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാകണം. പ്രത്യാശയോടെ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇപ്പോഴത്തെ അവസ്ഥയുടെ കണക്കൊന്നെടുക്കാനും ഉള്ള സമയം ആസന്നമായിരിക്കുന്നു എന്ന് യുവജനങ്ങളോട് പറയുകയാണ്. പ്രത്യാശയുടെ മാതാവായ മറിയത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന ആശംസയോടെ മാർപ്പാപ്പ ഈ സന്ദേശം ഉപസംഹരിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയിൽ ആനന്ദിക്കുന്ന ക്രൈസ്തവരാകാൻ നമ്മുടെ യുവതലമുറയ്ക്ക് ഇടയാകട്ടെ എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മറ്റൊരു സന്ദേശവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.